മാനവിക മൂല്യങ്ങളെ പ്രചോദിപ്പിക്കുകയും മനുഷ്യനിൽ നന്മ നിലനിർത്തുകയും ചെയ്യുക എന്നത് ഏതൊരു സർഗസൃഷ്ടിയുടെയും അടിസ്ഥാനമാണ്. എന്നുവെച്ച് ഒരു പ്രകടനം പോലെ, നേർക്കുനേരെയോ ഒരു രാഷ്ട്രീയ പ്രസ്താവന പോലെ പരത്തി പറഞ്ഞോ എഴുത്തുകാരന് സമൂഹത്തെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയില്ലെന്നും എഴുത്തുകാരൻ സാമൂഹികാവസ്ഥകളോട് സർഗാത്മകമായി പ്രതികരിക്കുന്നവരാകണമെന്നും ചിന്തകനും എഴുത്തുകാരനുമായ KN കുഞ്ഞഹമ്മദ് അഭിപ്രായപ്പെട്ടു. പറയപ്പെടാതെ പോകുന്നതാണ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്ന തിരിച്ചറിവാണ് എഴുത്തുകാരന്റെ ഊർജമാവേണ്ടതെന്നും KN പറഞ്ഞു. ചിലപ്പോഴൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പതഞ്ഞു തൂവൽ സംഭവിക്കാം. കഥയായോ കവിതയായോ ഒക്കെ ഒരു പതഞ്ഞു തൂവൽ സംഭവിക്കാം. ആ പതഞ്ഞു തൂവുന്നത് സ്വതന്ത്രമായ ഒന്നല്ല. അത് പ്രത്യയശാസ്ത്രത്തിന് സംഭവിക്കുന്ന പലവിധ രൂപമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായി പോകുന്നതാണ്. അതുമാത്രം കണ്ടിട്ട് അതിൻ്റെ സ്വതന്ത്ര പ്രവർത്തനമാണ് എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് എഴുത്ത്, പ്രഭാഷണം, ഇടപെടൽ എന്നിവയുടെ സ്വയം പര്യാപ്ത സമ്പൂർണ്ണ കർത്തൃത്വം എന്നത് ചരിത്രത്തിലെ ഒരു അസംബന്ധമാണ് എന്ന് വിട്ടുവീഴ്ചയില്ലാത്ത വിധം ഒരു നിലപാടെടുക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. എഴുത്തുകാർ ചരിത്രത്തെയും വർത്തമാനത്തെയും അസാധാരണമായ വികാസങ്ങളിലേക്ക് വഴി നടത്തേണ്ടവരാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ P. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. സമൂഹത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വായനയിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെ വായന മരിക്കുവാൻ പാടില്ല. സമൂഹത്തെ അറിയുന്ന വായനക്കാരാണ് ഉണ്ടാകേണ്ടത്. കലഹിക്കുന്ന എഴുത്തുകാരനില്ലാതാവുകയെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ദുരവസ്ഥയാണ്. കണ്ടുനിൽക്കുന്നവന്റെ പ്രതികരണബോധം മാത്രമുള്ള എഴുത്തുകാർ ജനിതക തകരാർ ബാധിച്ചവരാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കഴിഞ്ഞകാല സാഹിത്യകൃതികളും സാഹിത്യ സംബന്ധമായ കാര്യങ്ങളും വായിക്കുന്നതിനപ്പുറം പുതിയ കാലഘട്ടത്തിലെ സാഹിത്യകൃതികളും വായിക്കണം. സമൂഹത്തെ തിരിച്ചറിയണമെങ്കിൽ ഇത് അത്യാവശ്യമാണെന്നും P. സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. പ്രവാസി ഇന്ത്യ UAE ജനറൽ സെക്രട്ടറി EK ദിനേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ UAEയിലെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പൊള്ളുന്ന അനുഭവങ്ങൾ പറയുന്ന നടവഴിയിലെ നേരുകളുടെ എഴുത്തുകാരി ഷെമിയെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസി ഇന്ത്യ UAE കേന്ദ്ര പ്രസിഡന്റ് അൻവർ ഹുസൈൻ, ദുബായ് പ്രസിഡന്റ് ഷമീം VS എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദുബായ്.